നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ വിഴിഞ്ഞത്ത് നിർമ്മിക്കും. വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോൾ അഥവാ ATC കേന്ദ്രങ്ങളുടെ മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് അത്യാധുനിക നാവിഗേഷൻ സെന്റർ വരുന്നത്. മദ്രാസ് IIT ആണ് ഇതിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. അതായത് വിദേശ നിർമ്മിത ഉപകരണങ്ങളുടെയും സോഫ്റ്റ്വെയറുകളുടെയും സഹായത്തോടെയാണ് രാജ്യത്തെ മറ്റെല്ലാ വലിയ തുറമുഖങ്ങളിലും നാവിഗേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നാവിഗേഷൻ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ കടന്നുപോകുന്ന മുഴുവൻ യാനങ്ങളുടെയും വിവരങ്ങളും യാത്രാപാതയും മനസ്സിലാക്കാൻ കഴിയും. കപ്പലുകളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിച്ച് കപ്പലുകളുടെ യാത്രയും ദിശയും നിയന്ത്രിക്കാനും കഴിയും. വെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ VTMS എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ സമുദ്രത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളും മനസ്സിലാക്കാനാകും. കടൽ യാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ നൽകാനുമുള്ള നിർദ്ദേശങ്ങളും VTMSൽ നിന്നും ലഭിക്കും. അത്യാധുനിക സെൻസറുകളും റഡാറുകളും AISഉം അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റവും ഇതിൻ്റെ ഭാഗമാണ്. കടലിലെ യാത്രയിലെ വിവിധ സാങ്കേതിക വശങ്ങൾ ഏകോപിപ്പിക്കാനും സെന്ററിന് കഴിയും. തുറമുഖത്തിൻ്റെ പുലിമുട്ടിൻ്റെ ഭാഗത്ത് കരയിൽ നിന്ന് 1.6 കിലോമീറ്റർ അകലെയാണ് ടവർ നിർമ്മിക്കുന്നത്. കരയിലുള്ള പോർട്ട് ഓഫീസ് മന്ദിരത്തിലാണ് കൺട്രോൾ റൂം. അന്താരാഷ്ട്ര കപ്പൽച്ചാലിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. യൂറോപ്പ്, ഗൾഫ്, പശ്ചിമേഷ്യ തുടങ്ങിയ മേഖലകളിലേക്കുള്ള പ്രധാന കപ്പൽപാതയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈസ്റ്റ് വെസ്റ്റ് കപ്പൽപാത എന്നറിയപ്പെടുന്ന ഈ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ സമീപത്താണ് വിഴിഞ്ഞം. ഇക്കാരണങ്ങളാൽ വിഴിഞ്ഞത്തെ അത്യാധുനിക നാവിഗേഷൻ സെന്റർ വിവിധ ഏജൻസികൾക്ക് തന്ത്രപ്രധാനവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന് ഇതോടെ കൂടുതൽ പ്രാധാന്യം കൈവരും. ഇതോടെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലും തദ്ദേശീയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്.